ഗംഗ സർപ്പക്കാവിൽ പോയി വിളക്ക് വെച്ചിട്ട് വരും. ശരി തിരുമേനി. ആ മഹേട്ടാ, ഞാൻ പോയി വിളക്ക് വെച്ചിട്ട് വരാം. നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാൻ കൂടെ വരാം. മഹി പോയാൽ എങ്ങനെയാ? മഹി നടത്തുന്ന പൂജയല്ലേ ഇത്? മഹി ഇവിടെ ഉണ്ടാവേണ്ടതല്ലേ? അതേ മോനെ, ഗംഗ തനിയെ പോകാറുള്ളതല്ലേ, അവള് പോയിട്ട് വരട്ടെ. ഞാൻ പോയിക്കോളാം മഹേട്ടാ. അത് ശരിയാവില്ല. രാഹുലും രശ്മിയും കൂടെ ചെല്ല്. സർപ്പക്കാവിലൊന്നും പോവാൻ എനിക്ക് പറ്റില്ല. ഞാൻ പോവാം മഹേട്ടാ. രേഷ്മ പോകണ്ട. അതെന്താ രേഷ്മ പോയാല്? അത് ഒന്നും ഉണ്ടായിട്ടല്ല മോനെ. പൂജ നടക്കുന്ന സമയത്ത് എല്ലാവരും കൂടി പോകണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. അല്ലെങ്കിൽ തന്നെ മഹി ഇത്ര വാശി പിടിക്കേണ്ട കാര്യം എന്താ? ഗംഗ എത്ര കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. ഈ വീടും പരിസരവും അവൾക്ക് പരിചയം ഇല്ലാത്തതുമല്ല. പിന്നെന്താ? അതേക്കുറിച്ചൊന്നും അല്ല ഞാൻ പറഞ്ഞത്. വിളക്ക് വയ്ക്കാൻ ഗംഗ തനിയെ പോകണ്ട, അതാണ് എന്റെ തീരുമാനം. എനിക്ക് ഗംഗയ്ക്കൊപ്പം പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പിന്നെന്താ കുഴപ്പം? വേഗം പോയി വിളക്ക് എത്തിക്കേ, പൂജ തുടങ്ങാൻ സമയമായി. ശരി തിരുമേനി. മഹേട്ടാ, ഞാൻ പോയിട്ട് വരാം. ആ ഇരിക്കേ. ഇരിക്കാൻ. ഇരിക്കുമോളെ, കേട്ടില്ലെങ്കിൽ അത് പ്രശ്നമാവും. അമ്മേ, അയാളുടെ അടുത്തിരിക്കുന്ന വടി കണ്ടോ? കണ്ടു. എന്നെ അടിച്ച് ചതയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ആ വടി കണ്ടിട്ട് ഞാൻ അവിടെ പോയി ഇരിക്കാൻ പറയാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു? മോളെ, നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകം പൊളിയാതിരിക്കണമെങ്കിൽ നീ പോയി ഇരുന്നേ പറ്റൂ. ചെല്ലു മോളെ, മടിച്ചു നിൽക്കാതെ.
മഹേട്ടിന് മുന്നിൽ ഗൗരി ചേച്ചിയെ ശ്രേയച്ചി അഭിനയിക്കുന്നത് തടയാൻ ഇതല്ലാതെ വേറെ മാർഗങ്ങളില്ല. യഥാർത്ഥ പൂജ അല്ലാതെ ഇങ്ങനൊരു നാടകം ചെയ്യുന്നതിന് എന്നോട് ക്ഷമിക്കണേ. അയ്യോ, അയ്യോ, ഗംഗേ നോക്ക്, ദേ അവിടെ. അയ്യോ, അയ്യോ, ഗൗരി ചേച്ചി, ഗൗരി ചേച്ചി. വാ, ഗംഗേ. അയ്യോ, ഈശ്വരാ. അയ്യോ,
നീ എങ്ങനെ എല്ലാരും അടിച്ചു പരിവാക്കിയത്? ഞാനെങ്ങനെ അടിക്കാനാ? എനിക്കറിയില്ല രേഷ്മച്ചി. ഇവിടെയുള്ള ഏതോ ഒരു ശക്തി വന്ന് നമ്മളെ രക്ഷിച്ചതാ. നീ ഗുണ്ടകളെ അടിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. എനിക്കതിനെങ്ങനെ സാധിക്കാനാ? ഇത്രയും ശക്തരായ ഗുണ്ടകളെ ഞാൻ അടിച്ചു എന്ന് പറഞ്ഞ ആരും വിശ്വസിക്കാനാ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. ആരും വിശ്വസിക്കില്ല. ഞാൻ നേരിട്ട് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനും വിശ്വസിക്കില്ലായിരുന്നു. വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. സംഭവിച്ച എന്താണെന്നൊന്നും എനിക്കറിയില്ല. ആരോ വന്ന് നമ്മളെ രക്ഷിച്ചു, അത്രേ ഉള്ളൂ. വാ പോവാം. അയ്യോ നാത്തൂനെ, ഒഴിഞ്ഞു പോകോ? ഒഴിഞ്ഞു പോകുന്നു. ഒഴിഞ്ഞു പോകുന്നു. ഒഴിഞ്ഞു പോകുന്നു. വെറുതെ പറഞ്ഞാ പോരാ. എന്നെ തല്ലരുത്, ഞാൻ ഒഴിഞ്ഞു പൊക്കോളാം. തല്ലല്ലേ, ഒഴിഞ്ഞു പോകുന്നു. ഞാൻ പോവാന്ന് പറഞ്ഞില്ലേടോ, പിന്നെ എന്തിനാ തല്ലുന്നേ? ഒഴിഞ്ഞു പോകോ? എന്റെ മോളെ തല്ലരുതെന്ന് പറഞ്ഞാത്തൂനെ. എന്തിനാ വെറുതെ തല്ലുന്നത്? ഒഴിഞ്ഞു പോവെന്ന് പറഞ്ഞില്ലേ? അത് നമ്മളെ കബളിപ്പിക്കാൻ ആത്മാവ് പറയുന്നതാണ്. ശരിക്കും ആത്മാവ് പോകുന്നെങ്കിൽ അതിന്റെ അടയാളം കാണിക്കും. ഞാൻ എന്ത് അടയാളം കാണിക്കാനാ? എന്റെ കയ്യിൽ അടയാളമൊന്നും ഇല്ല. ഇനി എന്നെ തല്ലിയ വിവരം അറിയും. എന്റെ മോളെ തല്ലല്ലേ. അയ്യോ, ഇത് കണ്ടില്ല. നാത്തൂനെ വന്നു പറ. നാത്തൂനെ, അയ്യോ എന്റെ മോള്.
ഓടുന്നു. ഇവിടെ വന്നിരിക്കാൻ. എന്റെ മോളെ കൊല്ലല്ലേ. വേണ്ട. ഇവിടെ വാ. ഇരിക്കവിടെ. ഇവിടെ വന്നിരിക്കാൻ. ഒഴിഞ്ഞു പോവോ? ഒഴിഞ്ഞു പോവോന്ന്. ഗൗരിയാവോ? എന്നെ തല്ലല്ലേ. ഞാനിനി മേലെ ഗൗരിയാവൂല. എന്നെ തല്ലല്ലേ. ഗംഗയുടെ കാലിൽ വീഴ്. അവരുടെ കാലിൽ വീണ് മാപ്പ് പറ. ഇനി ഉപദ്രവിക്കില്ലെന്നും ഭർത്താവും കുഞ്ഞുമൊത്ത് സുഖമായി ജീവിച്ചോളാനും പറ. പറയാൻ പറ മോളെ മാപ്പ്. പറയാൻ. ഇനി ഞാൻ ശല്യം ചെയ്യില്ല. നീ ഭർത്താവും കുഞ്ഞോട്ട് സുഖമായിട്ട് ജീവിച്ചോ. ഈ ശരീരം വിട്ടു പോകാമെന്ന് സത്യം ചെയ്. സത്യമായിട്ട് ഞാൻ ഈ ശരീരം വിട്ട് പൊയ്ക്കോളാം. ഇനി ഒരിക്കലും ഈ ശരീരത്തിൽ നീ കയറരുത്. കയറിയാൽ നിന്റെ ദേഹം ഞാൻ പച്ചയ്ക്ക് കത്തിക്കും. ഇല്ല, ഇനി ഞാൻ ഈ ഏരിയ പോലും വരില്ല. കത്തിക്കുമെന്ന് പറഞ്ഞാൽ കത്തിക്കും. അയ്യോ ശ്രേയ, ശ്രേയ മോളെ. ആ കഴിഞ്ഞു. ഇനി കൊണ്ടുപോയി കിടത്തിക്കൊള്ളൂ. എണീക്ക് മോളെ, എണീക്ക്. നടക്ക്. അയ്യോ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ. വേദനിക്കുന്നേ. കരയാതെ മോളെ. ദേ തേൻ പുരട്ടുമ്പോ വേദനയൊക്കെ അങ്ങ് പോവും. ശോ, എന്നാലും അയാൾ എന്തൊരടിയായി അടിച്ചത്. ശോ, ഇത് മനഃപൂർവ്വം ചെയ്തതമ്മേ. മനഃപൂർവ്വം തന്നെയാ. എല്ലാത്തിനും പിന്നിലെ അവളാ, ആ ഗംഗ. അവളാ ആ നശിച്ച പട്ടതിരിയെ കൊണ്ട് എന്നെങ്ങനെ തല്ലിച്ചത്. എനിക്ക് ഉറപ്പാ. അതിന് നിന്റെ ശരീരത്തിൽ ഗൗരി ഇല്ലെന്ന് ഗംഗയ്ക്ക് അറിയില്ലല്ലോ മോളെ. അത് തന്നെയമ്മേ ഞാൻ പറഞ്ഞു. എന്തെങ്കിലും വിവരമുള്ള ആളാ ഭട്ടത്തിരിയെങ്കിൽ അയാൾക്ക് കാര്യം മനസ്സിലാവുമല്ലോ. അപ്പോ അതറിഞ്ഞിട്ടും തല്ലണമെങ്കിൽ രണ്ടാളും കൂടി ഒത്തു കളിച്ചത് തന്നെയാ. അത് ശരിയാണല്ലോടി മോളെ. ഞാൻ അത്രയ്ക്കങ്ങ് ചിന്തിച്ചില്ല. അപ്പൊ ആ ഗംഗയുടെ കളി തന്നെ ഇതൊക്കെ. അവളെ വെറുതെ വിടരുത്. ഇല്ലമ്മേ, എന്നോട് ഈ ചെയ്തതിനൊക്കെ അവളെ കരയിക്കും ഞാൻ. എങ്ങനെയുണ്ട് ശ്രേയ? നല്ല സുഖമുണ്ട്. ശരീരം മുഴുവൻ പൊട്ടിയിരിക്കുന്നത് നീ കണ്ടില്ല രേഷ്മേ? എന്നിട്ടാണോ എങ്ങനെയുണ്ടെന്നൊരു ചോദ്യം? കഷ്ടമായിപ്പോയി. ആ എന്നാലും സാരമില്ല. ശ്രേയയുടെ ശരീരത്തിൽ നിന്ന് ആ ബാധ അങ്ങ് ഒഴിഞ്ഞല്ലോ. എനിക്ക് തോന്നുന്നതേ ശ്രേയയുടെ ശരീരത്തിൽ നിന്ന് ആ പ്രേതം ഗംഗയുടെ ശരീരത്തിലോട്ട് കേറിയെന്നാ. അതെന്താ രേഷ്മ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, അങ്ങനെയാണല്ലോ ആ സർപ്പക്കാവിൽ അവൾ കാണിച്ചു കൂട്ടിയത്. എന്ത് കാണിച്ചെന്ന്? എന്റെ ശ്രേയെ, ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്ന ഗുണ്ടകളെ എല്ലാം അടിച്ചോടിച്ചത് ആ ഗംഗ ഒറ്റയ്ക്കാ.
അതെ, ഏതാണ്ട് ബാധ കൂടിയതുപോലെ എല്ലാത്തിനെയും നിമിഷ നേരം കൊണ്ട് ഒരു പരുവത്തിലാക്കി. അതൊക്കെ അവിടെ നമ്പർ ആയിരിക്കും. മഹിയേട്ടിന് മുമ്പിൽ ആളാവാൻ അവള് തന്നെ സെറ്റാക്കിയതായിരിക്കും ആ ഗുണ്ടകളെ. അതാ എല്ലാത്തിനെയും അടിച്ചോടിക്കുന്നതായിട്ട് കാണിക്കാൻ പറ്റിയത്.